Hi everyone, welcome back to Grow Malayalam. ഇന്നത്തെ വീഡിയോ കാണും മുമ്പ് നിങ്ങൾ ആദ്യം ഒരു ക്ലിപ്പ് കണ്ടിട്ടോ. They're indistinguishable. They're part of the same equation, or really growth is part of the value equation. So if you tell me that you own a business that's going to grow to the sky, and isn't that wonderful? I don't know whether it's wonderful or not until I know what the economics are of that growth, how much you have to put in today and how much you will reap from putting that in today later on. നിങ്ങൾക്ക് എന്താ ഇവിടെ മനസ്സിലായത്? വാരൻ ബഫറ്റ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ഇതാണ്, ഗ്രോത്ത് വാല്യൂന്റെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. പക്ഷെ ഗ്രോത്ത് മാത്രം പോരാ, ഇവിടെ ഗ്രോത്തിന്റെ എക്കണോമിക്സും കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ മാർക്കറ്റിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് പറയാനുണ്ട്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ബാറ്റ ഇന്ത്യ, ഇവിടെ കഴിഞ്ഞ 3 വർഷത്തിൽ അവരുടെ പ്രോഫിറ്റ് ഏകദേശം 33% CAGR വളർന്നിട്ടുണ്ട്. പക്ഷെ ഓവറോൾ ഗ്രോത്ത് നോക്കുമ്പോൾ കൺസിസ്റ്റന്റ് ഇല്ല. അതുകൊണ്ടാണ് വാല്യൂഷൻ അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റാത്തത്. അപ്പൊ ഈ ഒരു സെയിം പാറ്റേൺ ആണ് വേൾപൂൾ ഓഫ് ഇന്ത്യ അതുപോലെ ഡിമാർട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ സെയിൽസ് അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്തിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായി, അതുപോലെ ഇത് വാല്യൂഷനിൽ ഡയറക്ട്ലി ബാധിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന കമ്പനീസിന് മാർക്കറ്റ് ഇവിടെ റിവാർഡ് നൽകും. സോ ഇന്ന് നമ്മൾ ഇതുപോലുള്ള കമ്പനീസ് ആണ് നോക്കാൻ പോകുന്നത്. അതായത് ഇയർ ഓൺ ഇയർ ബിസിനസ് വളരുന്നു പക്ഷെ വാല്യൂഷൻ കറക്റ്റ് ചെയ്തേക്കുന്ന കമ്പനികൾ. അപ്പൊ ഇവിടുത്തെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇവിടെ, അതുപോലെ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആവുമോ എന്നുള്ള കാര്യം. അപ്പം ഏതൊക്കെയാണ് ഇന്നത്തെ കമ്പനികൾ നമുക്ക് നോക്കിയാലോ. പക്ഷേ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുമ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഫീഡ്ബാക്ക് താഴെ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ ചാനൽ ഫീഡ്ബാക്ക് കൂടി താഴെ കമന്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ ഓരോ ഫീഡ്ബാക്സും നമുക്ക് വാല്യൂബിൾ ആണ്. അപ്പൊ അതനുസരിച്ച് നമുക്ക് മുന്നോട്ടേക്ക് വീഡിയോസ് പ്ലാൻ ചെയ്യാവുന്നതാണ്. സോ എല്ലാവരും താഴെ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കമ്പനി വരുന്നത് AU സ്മോൾ ഫൈനാൻസ് ബാങ്ക് ആണ്. അപ്പൊ കഴിഞ്ഞ 5 വർഷത്തിൽ കമ്പനി ഇവിടെ സ്ട്രോങ് ഗ്രോത്ത് ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ സെയിൽസ് ഏകദേശം 30% CAGR വളർന്നിട്ടുണ്ട്, അതിൽ പ്രോഫിറ്റ് ഏകദേശം 26% CAGR. അപ്പൊ വാല്യൂഷൻ ഇവിടെ കുറച്ച് കൂൾ ഓഫ് ആയിട്ടുണ്ട്. ഇപ്പൊ PB 3.5x അപ്പൊ ഇത് 5M മീഡിയൻ ആയ 4.1x താഴെയാണ്. അപ്പൊ ബിസിനസ് സിമ്പിൾ ആണ്. ബാങ്ക് ആദ്യം ഡിപ്പോസിറ്റ് വഴി പണം റേസ് ചെയ്യും, എന്നിട്ട് അവരുടെ മെയിൻ സെഗ്മെന്റിലുള്ള ബോറോസിന് ഇത് കൊടുക്കും, എന്നിട്ട് ഈ ഒരു ഇൻട്രസ്റ്റ് സ്പ്രെഡ് വഴി അവർ ഏൺ ചെയ്യും. അപ്പൊ ഇതിന്റെ ഒപ്പം ഇവർ പ്രോസസിംഗ് ഫീസ് അതുപോലെ അതർ ബാങ്കിങ് ചാർജസ് വഴി ഇവിടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരുടെ ലോൺ ബുക്കിന്റെ മെയിൻ പാർട്ട് വെഹിക്കിൾ ഫൈനാൻസ് ആണ് വരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്. അപ്പൊ അതിന്റെ ഒപ്പം ബിസിനസ് അതുപോലെ അഗ്രി ലോൺസും. അപ്പം ഇത് അസറ്റ് സൈസിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്മോൾ ഫൈനാൻസ് ബാങ്ക് ആണ്. പക്ഷെ ഓവറോൾ ബാങ്കിങ് സിസ്റ്റം വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇത് ഇപ്പോഴും ചെറുത് തന്നെയാണ്. അപ്പൊ AU സ്മോൾ ഫൈനാൻസ് ബാങ്ക് മനസ്സിലാക്കാനായിട്ട് ഇവർ SFB സെഗ്മെന്റ് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മാർച്ച് 2025 പ്രകാരം ഇന്ത്യയുടെ ടോട്ടൽ ബാങ്കിങ് സിസ്റ്റത്തിന് 3,12,000 കോടിയുടെ അസറ്റ് ഉണ്ട്. അതേസമയത്ത് ഇവിടെ SFB സെഗ്മെന്റ് 4 ലക്ഷം കോടിയാണ് വരുന്നത്. അതായത് ജസ്റ്റ് 1.2 to 1.3% ആണ് ഇത് വരുന്നത്. അപ്പൊ ഈ ഒരു ചെറിയ സെഗ്മെന്റിൽ AU ഏകദേശം 40% മാർക്കറ്റ് ഷെയർ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട് 2026 ഫൈനാൻഷ്യല് സ്മോൾ ഫൈനാൻസിംഗ് ബാങ്കിങ് സെഗ്മെന്റിൽ 18 മുതൽ 20% വളരും എന്നാണ് ഇത് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ 2027 ഫൈനാൻഷ്യല് 22 മുതൽ 25%. സോ ബിസിനസ് നമ്മൾ ഇവിടെ കവർ ചെയ്തു. ഇനി നമ്മൾ നമ്പേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമുക്കൊരു ക്ലിയർ ട്രെൻഡ് ഇവിടെ നമുക്ക് കാണാം. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം കഴിഞ്ഞ കുറച്ച് ക്വാർട്ടേഴ്സിൽ ഇംപ്രൂവ് ചെയ്യുന്ന നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. കാരണം കോസ്റ്റ് ഓഫ് ഫണ്ട്സ് ഇവിടെ പതുക്കെ കുറയുന്നുണ്ട്. അതേസമയത്ത് നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഇവിടെ കുറയാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്, അസറ്റ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നുണ്ടെന്നാണ്. ഇപ്പൊ Q3 FY26 ഇൻകം സ്ട്രോങ് ആയിട്ട് നിന്നു. ഇൻട്രസ്റ്റ് ഏൺ 15% കൂടി 4,727 കോടിയായി. ഇൻട്രസ്റ്റ് കോസ്റ്റ് 14% കൂടിയെങ്കിലും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 16% വളർന്ന് 2,341 കോടിയിലേക്ക് എത്തി. ഇപ്പൊ ബാങ്ക് ഇവിടെ ഗ്രോത്തിനായിട്ട് 2 കാര്യങ്ങൾ ഇവിടെ ചെയ്തു. പുതിയ ബ്രാഞ്ച് അവർ ഓപ്പൺ ചെയ്തു, അതിൽ ഡിജിറ്റൽ ലെൻഡിങ് തുടങ്ങി. അപ്പൊ ഇതിന്റെ ഇമ്പാക്ട് എക്സ്പെൻസിൽ ക്ലിയർ ആയിട്ട് വിസിബിൾ ആണ്. അപ്പം എംപ്ലോയി കോസ്റ്റ് ഇയർ ഓവർ ഇയർ 32% കൂടി, അതിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 22% കൂടി. അപ്പൊ ഇത് കോസ്റ്റ് പ്രഷർ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അതിൽ കോസ്റ്റ് ടു ഇൻകം റേഷ്യോ ചെറുതായിട്ട് ക്വാർട്ടറിൽ ഇവിടെ കൂടി. ഓവറോൾ 9 മന്ത് പീരീഡിൽ സ്റ്റേബിൾ ആയിട്ട് ഇവിടെ നിന്നു. ഇപ്പൊ Q3 ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം പ്രൊവിഷൻസ് 34% ഇടിഞ്ഞതാണ്. അപ്പൊ ഇത് കാരണം പ്രോഫിറ്റ് 26% കൂടി 668 കോടിയായി. അപ്പൊ അവരുടെ ഗ്രോത്ത് പ്ലാൻ ഇവിടെ ക്ലിയർ ആണ്. അപ്പൊ ബാങ്ക് അവരുടെ 1,29,000 കോടിയുടെ ലോൺ ബുക്കിൽ ബാങ്ക് 20 മുതൽ 22% ഗ്രോത്ത് ആണ് ടാർഗറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം 26,000 മുതൽ 28,600 കോടിയോളം പുതിയ ലോൺ ആഡ് ചെയ്യാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇപ്പൊ Q3 FY26 ഈൽഡ് പ്രകാരം ഇത് 3,600 കോടിയോളം ഇൻക്രിമെന്റൽ ഇൻട്രസ്റ്റ് ഇൻകം ജനറേറ്റ് ചെയ്യും. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ 2025 ഫൈനാൻഷ്യൽ നെറ്റ് പ്രോഫിറ്റ് 1.7 ടൈംസ് ആണ്. ലോങ് ടേമിൽ മാനേജ്മെന്റ് മെയിൻ ഫോക്കസ് പ്രോഫിറ്റബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ്. ഇവിടുത്തെ ടാർഗറ്റ് ROI അതായത് റിട്ടേൺ ഓൺ അസറ്റ് 1.5 to 1.6% നിന്ന് 1.8% ആയിട്ട് കൂട്ടാനാണ്. അപ്പൊ ഇവിടെ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഗ്രോത്തിനൊപ്പം ബാങ്ക് അവരുടെ എഫിഷ്യൻസിയും റിട്ടേൺസും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഫണ്ടിങ് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർക്ക് പ്രഷർ ഉണ്ട്. അപ്പൊ ഇത് AU സ്മോൾ ഫൈനാൻസ് ബാങ്കിന്റെ റിസ്ക് ആണ്.
ഇപ്പൊ ബാങ്കിന്റെ കാസ റേഷ്യോ 2023 ഫൈനാൻഷ്യൽ 38.4% നിന്ന് 2026 ഫൈനാൻഷ്യൽ അറൌണ്ട് 29%ലേക്ക് ഇടിഞ്ഞു. ഇനിയിപ്പം വേറൊരു പ്രധാനപ്പെട്ട കാര്യം, എക്സ്പാൻഷൻ കാരണം കമ്പനിയുടെ കോസ്റ്റ് സ്ട്രക്ചർ ഇവിടെ ഹെവി ആയി. അപ്പൊ ഇത് കാരണം കോസ്റ്റ് ടു ഇൻകം റേഷ്യോ 57.2%ലേക്ക് എത്തി. അപ്പൊ ഇത് സ്റ്റിൽ ബാങ്കിന്റെ ടാർഗറ്റ് ആയ 55%-ന് മേലെയാണ് ഇത് വരുന്നത്. സോ ഈ ഒരു മെട്രിക് എല്ലാം പ്രോഫിറ്റബിലിറ്റി ഇവിടെ ബാധിക്കാം. അപ്പൊ ഇവിടെ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നമ്മൾ ഇതെല്ലാം എന്തായാലും ശ്രദ്ധിക്കണം. ഇനി ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് കമ്പനി വരുന്നത് ആവാസ് ഫൈനാൻഷ്യൽസ് ആണ്. അപ്പൊ കഴിഞ്ഞ 5 വർഷത്തിൽ സെയിൽസ് 21% CAGR ഇവിടെ വളർന്നിട്ടുണ്ട്. അതിൽ പ്രോഫിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 18% CAGR കൂടിയിട്ടുണ്ട്. അതേസമയത്ത് ഇവിടെ വാല്യൂഷൻ ഇവിടെ ചുരുങ്ങി. ഇപ്പൊ പ്രൈസ് ടു ബുക്ക് 10x-ൽ നിന്ന് 1.8x-ലേക്ക് ഇടിഞ്ഞു. അപ്പൊ ഇത് 5 മീഡിയൻ ആയ 4x-നേക്കാളും നല്ലപോലെ താഴെയാണ്. ഇപ്പൊ ബിസിനസ് ഇവിടെ അത്യാവശ്യം സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ആവാസ് ഫൈനാൻഷ്യൽസ് NBFC ആണ്, അതായത് ഹൗസിംഗ് ഫൈനാൻസ് കമ്പനിയാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം ഇവർ പ്രൈമർലി ഹോം ലോൺസ് ആണ് നൽകുന്നത്. ഇപ്പം നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക, ഒരു ചെറിയ ടൗണിൽ താമസിക്കുന്ന ഒരു കടം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ പറ്റിയിട്ട് അപ്പൊ അവർക്ക് ഇൻകം എന്താണ്, ഫോർമൽ അല്ല അവരുടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ബാങ്ക് ഇവർ നോർമലി ഇഗ്നോർ ചെയ്യും. അപ്പൊ ഇവിടെയാണ് ആവാസ് എത്തുന്നത്. അപ്പൊ അവർ ഈ ഒരു ഇൻഫോർമൽ ഇൻകം വെരിഫൈ ചെയ്തിട്ട് ലോൺ നൽകും. ഈവൻ 6 ദിവസത്തിൽ സാങ്ഷൻ ചെയ്യും. എന്നാൽ നമ്മൾ നോക്കുവാണെങ്കിൽ പ്രോസസ് സ്പീഡ് ഇപ്പൊ കൂടി വരുന്നുണ്ട്. ഇപ്പം ബാങ്ക് എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത്? സിമ്പിൾ, ലോണിന്ന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തുകൊണ്ട്. അപ്പൊ ഇതിന്റെ ഒപ്പം അവർ AI ടൂൾ യൂസ് ചെയ്ത് വായ്പക്കാര് തിരിച്ചടവിൽ വീഴ്ച വരുത്താൻ സാധ്യതയുണ്ടോ എന്നുള്ളത് പ്രെഡിക്ട് ചെയ്യും. അതായത് റിസ്ക് ഇവർ ക്ലോസ് ആയിട്ട് ഇവിടെ ശ്രദ്ധിക്കും. അപ്പൊ 80%-ലധികം ബ്രാഞ്ചുകളും Tier 3 അതുപോലെ തന്നെ ചെറിയ ടൗണുകളിലാണ് ഉള്ളത്. പോർട്ട്ഫോളിയോ മിക്സ് ഇവിടെ ക്ലിയർ ആണ്. 66% ഹോം ലോണും 34% MSME അല്ലെങ്കിൽ മോർഗേജ് ലോൺസും ആണ്. നമ്മളിവിടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബാങ്കിൽ എത്തിപ്പെടാൻ പറ്റാത്തവർക്ക് ആവാസ് ഇവിടെ ലോൺ നൽകും. പക്ഷെ ഇതൊരു പഴയ മേഖലയാണ്. അപ്പൊ ഇവിടെ വരുന്ന ചോദ്യം ഇതാണ്, ഇവിടെ ഗ്രോത്ത് ഉണ്ടോ? അപ്പം ഇതിനുള്ള ആൻസർ യെസ് ആണ്. അപ്പൊ ഇത് വളരെ ശ്രദ്ധയോടെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു വളർച്ച തന്നെയാണ്. ഓവറോൾ മോർഗേജ് മാർക്കറ്റ് 2015 ഫൈനാൻഷ്യൽ ഇയർ മുതൽ 2025 ഫൈനാൻഷ്യൽ ഇയർ വരെ 14% CAGR ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. 2025 ഫൈനാൻഷ്യലിൽ ഹൗസിംഗ് ഫൈനാൻസ് കമ്പനീസിന്റെ ഓവറോൾ ലോൺസ് 17% വളർന്നു. അതുപോലെ ഹൗസിംഗ് പർപ്പസ് ലോണ് 14% വളർന്നു. ഇപ്പൊ ആവാസ് ഫൈനാൻഷ്യൽസിലേക്ക് നമ്മൾ വരുമ്പോൾ കമ്പനിയുടെ AUM കഴിഞ്ഞ 5 വർഷത്തിൽ 21% CAGR വളർന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഇൻഡസ്ട്രീനേക്കാളും വേഗത്തിലാണ്. ഇനി നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ എക്സ്പെക്ടേഷൻ 13 മുതൽ 15% ഗ്രോത്ത് സസ്റ്റെയിൻ ചെയ്യുന്നുള്ള കാര്യമാണ്. അതുപോലെ നമ്പേഴ്സിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് ട്രെൻഡ് കൂടി നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഒരു സൈഡിൽ ഇൻകം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇൻകം നല്ലപോലെ കൂടുന്നുണ്ട്. അതിൽ വേറൊരു സൈഡിലാണെങ്കിൽ ബോറോയിങ് കോസ്റ്റ് ഇവിടെ ഇടിയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം ഏർണിംഗ്സ് ഗ്യാപ്പ്, അതായത് സ്പ്രെഡ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പൊ ഇത് കാരണം കഴിഞ്ഞ വർഷത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെക്കാളും നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഇവിടെ ബെറ്റർ ആണ്. അതുപോലെ റീസെന്റ് ക്വാർട്ടേഴ്സിൽ ഇത് കൺസിസ്റ്റന്റ്ലി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഇതിന്റെ അർത്ഥം ഇൻഡസ്ട്രി നല്ലപോലെ വളരുന്നുണ്ടെന്നാണ്. അതുപോലെ ആവാസ് ആ ഒരു ഗ്രോത്ത് നല്ലപോലെ ഇവിടെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അതേസമയത്ത് മാർജിനും ഇവിടെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ Q3 FY26 നമ്പേഴ്സ് നമ്മൾ നോക്കുമ്പോൾ മെയിൻ ലെൻഡിങ് സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നു. അപ്പൊ ഇവിടെ ഇൻട്രസ്റ്റ് ഇൻകം 14% കൂടി 592 കോടിയായി. അപ്പൊ ചില മെയിൻ ഇൻകം ലൈക്ക് FD ഇൻകം ഇടിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഓവറോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 18% വളർന്ന് 398 കോടിയായി. ഇനി എക്സ്പെൻസ് സൈഡിൽ ഇൻട്രസ്റ്റ് കോസ്റ്റ് ചെറുതായിട്ട് കൂടി, അതുപോലെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും 20% വളർന്നു. പക്ഷെ ഓവറോൾ കോസ്റ്റ് ടു ഇൻകം റേഷ്യോ കുറച്ച് ഇടിഞ്ഞു. അതുപോലെ പ്രോഫിറ്റബിലിറ്റി കൺട്രോളിൽ നിന്നു. അപ്പൊ നമ്മൾ ഇതിപ്പം ഓവറോൾ അസറ്റിലേക്ക് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പെൻസ് റിലേറ്റീവ് ആയിട്ട് ഇവിടെ കുറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പൊ ഇത് കാരണം പ്രോഫിറ്റ് എന്താണ് 16% കൂടി 170 കോടിയായി. അപ്പൊ ആവാസ് ഫൈനാൻഷ്യലിന്റെ ഗ്രോത്ത് പ്ലാനും കുറച്ച് അഗ്രസീവ് ആണ്. 2027 ഫൈനാൻഷ്യലിൽ മാനേജ്മെന്റ് 25%-ലധികം ഡിസ്പേഴ്സ്മെന്റ് ഗ്രോത്ത് ആണ് ഇവിടെ ടാർഗറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിനായിട്ട് അവർ അഡീഷണൽ 2000 കോടിയുടെ ലോൺ ഇവിടെ പുഷ് ചെയ്യാം. ഇപ്പൊ സ്കെയിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഇത് 9 മന്ത് എന്തെയും ഫൈനാൻഷ്യൽ 2026 4430 കോടി ഡിസ്പേഴ്സ്മെന്റ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 45% കൂടുതലാണിത്. അപ്പൊ ഇവിടുത്തെ കാര്യം ഇത്രയാണ് വരുന്നത്. ഈ ഒരു മൊമെന്റ് വെച്ച് 2027 ഫൈനാൻഷ്യലിൽ AUM ഗ്രോത്ത് 17 മുതൽ 18% വരെ പോവാം. ലോങ് ടേമിൽ വിഷൻ ഈവൻ വലുതാണ് ഇത് വരുന്നത്. കമ്പനി 20 മുതൽ 25% AUM CAGR ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് 2030 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും AUM 55,000 കോടി എത്തിക്കാം. അപ്പൊ ഇതെന്ന് പറഞ്ഞ് കറന്റ് സൈസിന്റെ ഏകദേശം 2.5 ഇരട്ടിയാണ്. എന്നാലും നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് റിസ്ക് ഉണ്ട്. ഇത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി പാടില്ല. അപ്പൊ ഇവിടുത്തെ ഒരു ഇമ്പോർട്ടന്റ് റിസ്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആവാസ് ഫൈനാൻഷ്യൽ ബിസിനസ് ജോഗ്രഫിക്കലി കോൺസെൻട്രേറ്റ് ആണ്. അപ്പൊ കമ്പനി 15 സ്റ്റേറ്റ്സിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ AUMന്റെ 65% രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര പോലുള്ള സ്റ്റേറ്റ്സിൽ നിന്നാണ് ഇവിടെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് പെർഫോമൻസ് മോസ്റ്റ്ലി ഈ റീജിയനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇവിടെ ഇരിക്കുന്നത്. ഇനിയിപ്പം വേറെ റിസ്ക് വരുന്നത് 15 ലക്ഷത്തിന് താഴെയുള്ള ലോൺസിൽ സ്ട്രെസ് ഇവിടെ കൂടുന്നുണ്ട്. ഇവിടെ ഡേയ്സ് പേബിൾ റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 4.5% വരെ വരുന്നുണ്ട്. GNPA 1.2% ആണ്. അപ്പൊ ഇത് വേറെ സെഗ്മെന്റ്സിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വീക്കർ പെർഫോമൻസ് ആണ് ഇത് കാണിക്കുന്നത് ഇവിടെ. ഇനി ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ബാങ്ക് വരുന്ന ആക്സിസ് ബാങ്ക് ആണ്. അപ്പൊ കഴിഞ്ഞ 5 വർഷത്തിൽ ബാങ്കിന്റെ സെയിൽസ് 15% CAGR വളർന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ആണ് ഏറ്റവും അധികം കൂടിയത്. 72% CAGR വരെയാണ് ഗ്രോത്ത് ഉണ്ടായത്. അപ്പൊ പ്രോഫിറ്റ് ഗ്രോത്ത് ഇത്രയും കൂടുതലായി തോന്നിയത്
ഫൈനാൻസിങ് മാർജിനിൽ ഒരു ശ്രദ്ധേയമായ ഒരു ഇംപ്രൂവ്മെന്റ് ഇവിടെ ഉണ്ടായതുകൊണ്ടാണ്. ഇപ്പം വാല്യൂഷൻ സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിൽ പ്രൈസ് ടു ബുക്ക് റേഷ്യോ പൊതുവെ 2.1x മുതൽ 2.4x റേഞ്ചിലായിരുന്നു. പക്ഷേ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് അവരുടെ മീഡിയൻ ആയിട്ടുള്ള 2.1xന്റെ താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഏകദേശം നമ്മൾ പറയുകയാണെങ്കിൽ 1.8x. ഇപ്പൊ ബിസിനസ് മോഡൽ വളരെ ക്ലിയറും ഡൈവേഴ്സിഫൈഡും ആണ്. ആക്സിസ് ബാങ്ക് ഇന്ത്യയിലെ 3rd ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആണ്. അപ്പൊ അവരുടെ ഫോക്കസ് ട്രഡീഷണൽ ബാങ്കിങ്ങിൽ മാത്രമല്ല വൺ ആക്സിസ് സ്ട്രാറ്റജി വഴി സബ്സിഡറി ബിസിനസ്സിൽ അവർ സ്ട്രോങ് ഫോക്കസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അവരുടെ സബ്സിഡറീസ് ലൈക്ക് ആക്സിസ് AMC, ആക്സിസ് സെക്യൂരിറ്റീസ്, ആക്സിസ് ക്യാപിറ്റൽ, ആക്സിസ് ഫൈനാൻസ് എല്ലാം നല്ല പ്രോഫിറ്റബിലിറ്റി നൽകുന്നുണ്ട്. ഇവിടെ ഡൊമസ്റ്റിക് സബ്സിഡറീസ് 9 മന്ത് എൻഡിംഗ് ഫൈനാൻഷ്യൽ 2024 1490 കോടി നെറ്റ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 6% ഇയർ ഓവർ ഇയർ ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഇവരുടെ പോർട്ട്ഫോളിയോ മിക്സും വെൽ ബാലൻസ്ഡ് ആണ്. ഇപ്പോൾ ടോട്ടൽ അഡ്വാൻസസിൽ 56% റീറ്റെയിൽ നിന്നാണ് വരുന്നത്, 32% കോർപ്പറേറ്റ്, അതിൽ 12% SME നിന്നും. ഇനി ഇവിടുത്തെ ഒരു പോസിറ്റീവ് കാര്യം എന്താന്ന് വെച്ചാൽ അവർ കോർപ്പറേറ്റ് ലോൺ ബുക്കിന്റെ 90% A റേറ്റഡ് അല്ലെങ്കിൽ എബോ റേറ്റഡ് ആണ്. അപ്പൊ ഇത് കുറവ് റിസ്ക് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നമ്മൾ ഡിപ്പോസിറ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അവർ കാസ റേഷ്യോ Q3 ഫൈനാൻഷ്യൽ 2026 പ്രകാരം 39% അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം Q3 FY26 ഫൈനാൻഷ്യൽ നമ്പേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്കിന്റെ മെയിൻ ലെൻഡിംഗ് റവന്യൂ അതുപോലെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നല്ലപോലെ ഇവിടെ കൂടുന്നുണ്ട്. ഇപ്പൊ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ചെറുതായിട്ട് ഇവിടെ ചുരുങ്ങിയിട്ടുണ്ട്, അതുപോലെ 3.64% അത് വന്നിട്ടുണ്ട്. എന്നാൽ പ്രോഫിറ്റ് 3%, നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 5% ഇവിടെ കൂടി. മാനേജ്മെന്റ് ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അവരുടെ ശ്രദ്ധ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഒപ്റ്റിമൈസ് ചെയ്യുന്നതിലാണ്. കാരണം ഇത് ഡയറക്ട്ലി പാറ്റും ROE-നും പോസിറ്റീവ് ആയിട്ട് തന്നെ ബാധിക്കും. ഈവൻ NIM കുറച്ച് നാരോ ആയാലും. അസറ്റ് ക്വാളിറ്റിയിലും ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഗ്രോസ് NPA 1.4% വരെ കുറഞ്ഞു. നെറ്റ് NPA 0.42% മാത്രമാണ് വരുന്നത്. കൂടാതെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊവിഷൻ കവറേജ് റേഷ്യോ ഇവിടെ ഉണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ 70%. ഇപ്പോൾ നമുക്ക് ഫ്യൂച്ചർ ഔട്ട്ലുക്കും മാനേജ്മെന്റ് ഗൈഡൻസ് നമുക്ക് നോക്കാം. ഇപ്പൊ ബാങ്ക് ലോങ് ടേമിൽ അസറ്റ് ബുക്ക് ഇൻഡസ്ട്രി ആവറേജിനേക്കാളും ഏകദേശം 3% കൂടുതൽ സ്പീഡിൽ വളർത്താൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. 2027 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും 4 വീലേഴ്സും 2 വീലേഴ്സും പോർട്ട്ഫോളിയോയിൽ EV ലോൺസിന്റെ ഷെയറിൽ 4%, 6% കൂട്ടാൻ വേണ്ടി ലക്ഷ്യം വെക്കുന്നത്. ഇനി നമുക്ക് ഇവരുടെ മെയിൻ റിസ്ക് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ റീറ്റെയിൽ അൺസെക്യൂർഡ് ലോൺസിൽ പേഴ്സണൽ ലോൺ, ക്രെഡിറ്റ് കാർഡ് പോലെയുള്ളത് സ്ട്രെസ്സും ഡീഫാൾട്ടും ഇവിടെ കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് ബാങ്കിന് ഗ്രോസ് NPA മാർച്ച് 2025 1.28% ഹാഫ് ഇയർ ഇനി ഫൈനാൻഷ്യൽ 2026 1.46% വരെയായിട്ട് കൂടി. കൂടാതെ ക്രെഡിറ്റ് കോസ്റ്റ് കൂടാനുള്ള റിസ്ക് ഇവിടെയുണ്ട്. സോ ഇതാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച സ്റ്റോക്സ്. ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് കവർ ചെയ്തതാണ്. ഇതൊരു റെക്കമെൻഡേഷൻ അല്ല. ഇതിൽ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റെൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.